അമ്മ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കല്യാണം കഴിക്കണം. എന്റെ ദൈവമേ, അയ്യോ എന്റെ മഞ്ഞൾ. എടാ, നീ കല്യാണം കഴിച്ചില്ലേ നിന്റെ ഒരാളുടെ ജീവിതമേ പാഴാകത്തുള്ളൂ. വെറുതെ എന്തിനാടാ ആ കൊച്ചിന്റെ ജീവിതം കൂടെ പാഴാക്കുന്നേ? ഓരോ അമ്മമാര് ഈ പ്രായത്തിലൊരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു പ്രോത്സാഹനം തരാത്തൊരമ്മ. എടാ, നിന്നെ കിട്ടണമെങ്കിലേ സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കണം. ശ്രീധരല്ലേ ചേച്ചി? പുരുഷധനം എന്നതാ അമ്മയും മോനും കൂടി. സജി, അവന് കല്യാണം കഴിക്കണോന്ന്? കഴിക്കട്ടെ ചേച്ചി, അതിനെന്താ? ഏതാ പെണ്ണ്? ശാലിനി. പെണ്ണെങ്ങനെയുണ്ട്? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കിടക്കുന്നു. അല്ല, ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന കുട്ടിയാണ് ശാലിനി. അതിനാര് കണ്ട്? അല്ല, എനിക്ക് സംസാരത്തിൽ അങ്ങനെ തോന്നി. സോമ, ഈ പ്രേമം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഓട്ടോ പിടിച്ച് പോണ പോലെയാണ്. എവിടെ വേണമെങ്കിലും ഇറങ്ങാം. പക്ഷെ കല്യാണം അങ്ങനെയല്ല, വിമാനയാത്രയാണ്. ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. മരണക്കളിയ, സൂക്ഷിച്ചു വേണം. വരുന്ന പെണ്ണിന്റെ വിധി ഞാൻ രക്ഷപ്പെട്ടു. കേട്ടല്ല? ഇവിടാണോ? ഏതാണ്ട് ഇവിടെയാണെന്നാ പറഞ്ഞത്. ദേവരാജ്. ഈ വീടാ? എടാ, ഇത് നമ്മൾ വാർക്കപ്പണിക്ക് വന്ന ദേവൻസ് കാറ്ററിംഗിന്റെ വീടല്ലേ? അതെ. കേറിയോ? വേഗം ആട്ടെ, അവരിപ്പോ ഇങ്ങെത്തും. ആ ശരി ചേച്ചി. നന്നായിട്ട് പൊരിയണേ. ആ വറുത്തതിൻ്റെയും പൊരിച്ചതിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. ഭക്ഷണക്കൊക്കെയിലോട്ടാണോ നമ്മൾ കാലെടുത്ത് വെക്കുന്നത്? പോയാലോ? പോവാം, വാ. ഇവിടെ കൊള്ളാലോ. ചന്ദന വെള്ളരി വല്ലരി മേലെ ചന്ദ്രിക പോലൊരു പെൺകുയിലാൾ സുന്ദരി നിന്നിലലിഞ്ഞു വിളങ്ങാൻ പുഞ്ചിരി ദേവിയണഞ്ഞിതൊരാൾ പുഞ്ചിരി ദേവിയണഞ്ഞിതൊരാൾ പുഞ്ചിരി ദേവിയണഞ്ഞിതൊരാൾ. കണ്ട വാർക്കപ്പണിക്കാർക്കൊന്നും എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പോയാലോ? അമ്മ, ഇനിയിപ്പോൾ നിങ്ങൾ അവളെ നിർബന്ധിച്ച് പേരെ കെട്ടിച്ചാലും ഞാൻ അവിടെ പോയി അവളെ വിളിച്ചിറക്കി കൊണ്ടുവരും. ഒന്ന് കെട്ടിയെന്ന് വിചാരിച്ച് എനിക്ക് അവളോടുള്ള സ്നേഹമൊന്നും കുറയാൻ പോകുന്നില്ല. ആഹാ, അങ്ങനെ നീ വിളിച്ചോണ്ട് ഇറങ്ങി വരാതിരിക്കുവാണോ അവള്? ഞാൻ വിളിച്ച ശാലിനി വരും. നീ പോടി. ഞാൻ പോവും. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. എന്താ ദുബായിൽ ജോലിയുള്ള നല്ല അമ്പൂറ്റി ചെറുക്കന്റെ കല്യാണാലോചന എന്റെ കൊച്ചാട്ടം കൊണ്ടുവരുന്നേ. അവരിപ്പൊ ഇങ്ങ എത്തും. വന്നാലാ ചെറുക്കന് ഞാൻ എലിവശം കലക്കി കൊടുക്കും. നിങ്ങൾ ഈ യന്ത്രവള് പറയുന്നതല്ല കേൾക്കുന്നുണ്ടോ? നീ എങ്ങാണ്ട് ആ ദരിദ്രവാസിനോട് ഇറങ്ങി പോലുണ്ടല്ലോ, ഞാൻ കെട്ടി തൂക്കി ചത്തുകളയും. അമ്മ ചത്താലും ഞാൻ സോമചേട്ടനെ തന്നെ കെട്ടത്തുള്ളൂ. നീ ഉറപ്പിച്ചോ? 3.5 തരം. ആ അളിയാ, അടിയന്തരമായിട്ടൊരു കാര്യം ചെയ്യണം. ആ ഗൾഫുകാരൻ ചെറുക്കനോട് വരണ്ടാന്ന് പറഞ്ഞേക്ക്. ആ വരണ്ടാന്ന് രണ്ടും കൂടെ എന്തോന്ന് വെച്ച് ചെയ്യാം. മാറുന്നു.
പയ്യന് വല്ല ഡിമാൻഡും ഉണ്ടോ അളിയാ? വലിയ അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല. പക്ഷേ നിശ്ചയം നടത്താൻ ഒട്ടും താല്പര്യമില്ലെന്നാ പറഞ്ഞത്. എന്നാ കല്യാണം നടത്താൻ നമുക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറയളിയാ. കൊച്ചേട്ടൻ പറഞ്ഞ എന്റെ ശരി. ആ ഒലക്ക രണ്ടാളും ഒന്നും മിണ്ടാതിരിക്കുമോ? ഇനി അതും പറഞ്ഞൊരു പ്രശ്നം വേണ്ട. എനിക്ക് എൻ്റെ മോളുടെ ഇഷ്ടമാ വലുത്. ആ എന്നാ പിന്നെ ചിങ്ങത്തിലൊരു ഞായറാഴ്ച പിടിക്കാം. അല്ലളിയ, കർക്കിടക 1-ാം തീയതി കല്യാണം നടത്താൻ അവരുടെ തീരുമാനം. കർക്കടോ? അത് നടക്കുന്ന കാര്യമാണോ കൊച്ചേട്ടാ? ആ എന്നാ നടന്നാലും ചെറുക്കന് വലിയില്ല, കുടിയില്ല, വേറെ ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ ആ പാടുള്ള ഒരു ദുശീലം കുടിക്കുന്ന നമ്മളെപ്പോലുള്ളവരൊന്ന് ഉപദേശിക്കും. അപ്പോ നമ്മളൊക്കെ അവന്റെ ഉപദേശം കേൾക്കേണ്ടി ഒരു വളിയാ. ഉറപ്പായിട്ടും. ആ എന്നാ പിന്നെ കർക്കിടകത്തിലോ കന്നിയിലോ എപ്പോ വേണമെങ്കിലും നടത്താം. അതെ, അവന്റെ കൂട്ടുമുത്ത കണ്ട കൽപ്പണിക്കാര് വാർക്കപ്പണിക്കാരുവാ. പിന്നെ സർക്കാർ ജോലി ഉള്ളതുകൊണ്ട് മാത്രമാ സമ്മതിച്ച്. ഏയ് അവൻ മിടുക്കനാന്നേ, അല്ലേ മോളെ? ഈ കർക്കിടകം 1 ഞായറാഴ്ചയാണോ മോളെ? അല്ല അമ്മായി, വെള്ളിയാഴ്ചയാ. ഈ കർക്കിടകം 1-ാം തീയതി തന്നെ നടത്തണമെന്നുണ്ടോ? 3-ാം തീയതി പോരെ? ചോദിച്ചു നോക്കാം. പക്ഷെ പ്രതീക്ഷ ഒന്നും വേണ്ടടിയാ. ഓ ഇനി ബന്ധുക്കളോടൊക്കെ ഞാൻ എന്നാ പറയാനാ? ആ എന്നേലും പറയാം അല്ലേ? ആ പൊന്നപ്പ, എന്നാടാ? നീ സോമനാര്യമ്പല അറിഞ്ഞോടാ? ഇല്ല. അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അയ്യോ, എന്നാ പറ്റിയടാ അവന്? എന്നെ അറിയുന്ന നാട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് കർക്കിടക 1-ാം തീയതി വെള്ളിയാഴ്ച കീരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ വിവാഹമാണ്. മുഹൂർത്തമില്ലാത്ത കൊണ്ട് എല്ലാവരും എത്തിയാൽ ഉച്ചഭക്ഷണത്തിന് മുമ്പ് താലികെട്ട്. ഏവരും വിവാഹ ചടങ്ങിൽ മാന്യമായ രീതിയിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ പരിചയക്കാരൻ മരൊട്ടിപ്പറമ്പിൽ സോമൻ ഒപ്പൻ. അയ്യോ, ഈ മാരണം കെട്ടാൻ പോവുകയാണ്. ആ അപ്പോൾ ഉടനെ ഒരു ഡൈവേഴ്സ് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു ചീഞ്ഞ പരിപാടിയായി പോയി. അതെ. വരത്തില്ല അങ്ങോട്ട്. സാറല്ലേ കാര്യങ്ങള്? ടെൻഷൻ കളിക്കുന്നു കേട്ടോ. കവറൊക്കെ സൂക്ഷിച്ചു വെക്കട്ടോ. കുറെ കവറുണ്ടല്ലോ. അയ്യോ അമ്മ വേണ്ടായിരുന്നു. പെണ്ണും കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഈ സ്വർണം ജീവിതത്തിൽ പെടും. നീ എന്നാത്തിനാണ് എഴുന്നേക്കുന്നേ? എഴുന്നേറ്റ് എന്താ കുഴപ്പം? ചേട്ടാ ഒന്ന് മാറിക്കേട്ടാ. ഒന്ന് പെണ്ണിന്റെ വീഡിയോഗ്രാഫർ ചെറുക്കൻ്റെ പടം എടുക്കത്തില്ല. അയ്യോ അല്ലേ? ചേട്ടാ. ആ താഴെ നിലത്ത് വെച്ച് രണ്ടുപേരെ ഇരുന്നോളൂ. താലി കെട്ടുന്ന സമയത്ത് ഞെട്ടെടുത്താ എന്ത് കൊച്ചുവളെ കൊര വീടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളാലോ. താലി കെട്ടിയ അപ്പ ഓടും. എങ്ങോട്ടാ? ആദ്യത്തെ പന്തിക്കനുണ്ടേ. നീ പോയോ? പേടിയുണ്ടോ? എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. എന്തിനാ ചൊല്ലി ടെൻഷൻ? ചിലവൻ പറയും കെട്ടുപിടിക്കാത്ത കഴിക്കത്തില്ല കുടിക്കത്തില്ല എന്നൊക്കെ പറയും. എൻ്റെ ആഗ്രഹം രസമായിട്ട് നല്ല പുട്ടും കടല അടിച്ചു. ശാലി എന്തെങ്കിലും കഴിച്ചു? കെട്ട് കഴിയാതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് ഓർഡർ. പ്രഭാത ഭക്ഷണം ഒരിക്കലും മുടക്കരുത് ശാലി. അന്നച്ചമണ മനുഷ്യൻ്റെ എന്താണ്? രാവിലത്തെ ഭക്ഷണം ഒരിക്കലും മുടക്കരുത്. മൂലാദികളുമല്ല. കഴിച്ചു. ഇതെന്തേ കാണിക്കണം? ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ യസ്യ നിരതവക്രാധ്യ. കൊല്ലം പറഞ്ഞു. ഒന്നുമില്ല, കാര്യം എടുത്തോളുക. യസ്യ നിരതവക്രാധ്യ വാരിശ്രദ്ധ്യാ പരിശ്രുതം വിഘ്നം നിഘ്നന്തി സതതം യസ്യക്രേണം സമാശ്രയേ. കാര്യം തന്നോളൂ. താലി എടുക്കും. എന്ത് പ്രശ്നം തോന്നുന്നു? അളിയാ താലിയില്ലേ? എന്നാ പറ്റി? എന്നാ മോനെ? മോനെ എന്നെങ്കിലും പ്രശ്നമുണ്ടോ? എന്നതാ?
എടുത്തോ ചിന്തയടാ. അമ്മ ഒന്ന് അതൊന്നും ആയിരിക്കില്ല. അളിയൊന്നും ഉണ്ടായിരുന്നു. മോളെ അമ്മയുടെ താലിയൊന്നും വരാം. ഹാ! പെറ്റ തലയോടാണോടാ താലി ചോദിക്കുന്നേ? പിന്നെ കണ്ടവന്റെ അമ്മയോട് ചോദിക്കാൻ പറ്റുമോ? നിന്നെ ഉണ്ടല്ലോ. എന്റെ താലി കാണുന്നില്ല, അതുകൊണ്ടല്ല അമ്മ ചോദിച്ചു. കണ്ടു. ആഹാ കൊള്ളാം. താലിയില്ലാത്ത കല്യാണം. കർക്കിടക 1 നല്ല ബെസ്റ്റ് സമയം. ഇപ്പൊ എന്നാ ചെയ്യും? മോനെ വീട്ടിൽ പോയി ഒന്ന് നോക്കിയാലോ? ഇല്ല ചാത്ത, ഉറപ്പായിട്ട് ഇവിടെ എവിടെയോ പോയതാ. ശ്ശോ, എല്ലാരും കൂടി നാഞ്ഞു നോക്കിയാൽ കിട്ടുമെന്നേ. ആ കിട്ടും. ചേട്ടാ ദേ കിട്ടി 5 രൂപ. ഇത് എന്റെ കയ്യിരിക്കട്ടെ. ഞാൻ ആ ഡ്രസ്സ് മറി സ്ഥലം തപ്പിച്ചു വരാം. ആകെ മെനക്കേടായിട്ടോടും. എനിക്ക് വയ്യ ഈ വെയിലത്ത് തപ്പാൻ. ഞാൻ വീട്ടിൽ പോവുക. ഞാൻ സദ്യ ഉണ്ടട്ടെ പോകത്തുള്ളൂ. ആകെ നാണക്കേടായല്ലോടാ. സോമ, നീ ശരിക്കും കടയിൽ നിന്ന് താലി മേടിച്ചായിരുന്നു. എന്റെ ജീവിതം ഇതുപോലെ ആകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. മോനെ വേഗം പോയി പുതിയൊരെണ്ണം മേടിച്ചാലോ? അതെ, ഇത് പൂമാലയല്ല താലിമാലയാണ്. ഉണ്ടായിരുന്നു. എന്താടാ നീ ഇങ്ങനെ? അതെ സോമ, മുഹൂർത്തം തെറ്റും. എന്ത് ചെയ്യാനാ നിന്റെ പ്ലാന്? കല്യാണം നാളത്തേക്ക് മാറ്റിയാലും. നാളത്തേക്കോ? എന്ന് പറഞ്ഞാ എങ്ങനാ? താലിയില്ലാതെ പറ്റുമോ? ചേച്ചി വിചാരിച്ചതാണ്. നീ പോയി നിന്റെ കട്ടികളോട് ചോദിക്കടാ. പണ്ടാ പണയത്തില്ല. അല്ല ഞാൻ കൊടുക്കത്തു. മതി. താലിയെല്ലാം നമുക്ക് നാളെ സൗകര്യം പോലെ വീട്ടിൽ പോയി കെട്ടാച്ചാലേ. എന്റെ കുഞ്ഞിന്റെ താലിയില്ല കല്യാണം കാണേണ്ടി വന്നല്ലോ ഭഗവാനെ. സാറേ, ആ മാല കെട്ടുന്ന ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് അഭിനയിക്കാവോ?